ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11 വെള്ളിയാഴ്ച. കാർഷിക നിയമത്തിനെതിരെ ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കർഷക വിരുദ്ധമായ പുതിയ കാർഷിക നിയമം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് കർഷകർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പുതിയ നിയമപരിഷ്കാരം കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും കാർഷിക മേഖലയെ തകർക്കുമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാനായി കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമസഭാ സ്പീക്കർക്കെതിരായി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താൻ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുള്ള കൊള്ളയാണ് ഇവിടെ നടക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്തുകാരെ താൻ സഹായിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ പറയുന്നത്. സ്പീക്കർക്ക് സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തിന് തെളിവുണ്ട്. സ്പീക്കർ ഊരാളുങ്കലിന് വേണ്ടി വലിയ അഴിമതി നടത്തി. ഊരാളുങ്കൽ സൊസൈറ്റി CPM നേതാക്കളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനമാണ്. ആരോപണം തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ സ്പീക്കർ തയ്യാറാകുമോ എന്നും സുരേന്ദ്രൻ. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. ഉദ്യോഗസ്ഥർ തന്നെ കാര്യങ്ങൾ അറിയിച്ചില്ലെന്നും ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും കോടതിയിൽ വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ മന്ത്രി റബ്ബർ സ്റ്റാമ്പാണോ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റി. ഇത്രയും മോശപ്പെട്ട ഒരു ഭരണം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ലെന്നും ഈ സർക്കാരിനെ എടുത്ത് കാലിൽ പിടിച്ച് പുറത്തെറിയണമെന്നും സുരേഷ് ഗോപി MP. തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയുമാണ് സർക്കാരിന്റെ മുഖമുദ്ര. ഇത്തരം സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്നും സുരേഷ് ഗോപി. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലുള്ള മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 3 തവണ ED CM രവീന്ദ്രനെ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ 3 തവണയും ആരോഗ്യപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് അന്വേഷണാനുമതി നൽകുന്നതിന് മുമ്പ് ഗവർണർ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. K ബാബു, VS ശിവകുമാർ എന്നിവർക്കെതിരെ ബിജു രമേശ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ വിജിലൻസ് അന്വേഷണ സാധ്യത തേടിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വധഭീഷണി നേരിടുന്നുവെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണം തള്ളി DIGയുടെ റിപ്പോർട്ട്. സ്വപ്നയെ ജയിലിൽ പോയി കണ്ടും സന്ദർശക രജിസ്റ്റർ പരിശോധിച്ചും തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ജയിലിൽ വെച്ച് ആരും സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നത്. ISRO ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീംകോടതി ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതിയുടെ തെളിവെടുപ്പ് അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ആരംഭിക്കും. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സിബി മാത്യൂസ്, KK ജോഷ്യ, S വിജയൻ എന്നിവർ ഗൂഢാലോചന നടത്തിയോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സമിതി അന്വേഷിക്കുന്നത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയകൾ ചെയ്യാൻ അനുമതി നൽകുന്ന ഉത്തരവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന അലോപ്പതി ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ് സംസ്ഥാനത്തെ രോഗികൾ. അവശരായ രോഗികൾ പോലും മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളിലും ഉണ്ടായത്. വായ്പാ വിതരണത്തിലെ സാധ്യതകൾ പരിമിതമായതോടെ ബാങ്കുകൾ വൈകാതെ സ്ഥിര നിക്ഷേപ പലിശ കുറച്ചേക്കും. വായ്പാ ഡിമാൻഡ് കുറഞ്ഞത് ബാങ്കുകളുടെ ലാഭത്തെ ബാധിക്കുമെന്നതിനാലാണ് പലിശ കുറയ്ക്കാൻ സമ്മർദ്ദമുള്ളത്. രാജസ്ഥാനിൽ കോട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ കൂട്ട ശിശുമരണം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 9ഓളം നവജാത ശിശുക്കൾ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 4 ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്.
കഴിഞ്ഞ വർഷവും ഇതേ ആശുപത്രിയിൽ നവജാത ശിശുക്കൾ മരണപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗാളിൽ ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് ബംഗാൾ ബിജെപി അധ്യക്ഷൻ ദിലീപ് ഘോഷ്. ബിജെപി നേതാക്കൾക്കെതിരെയുണ്ടായ ആക്രമണത്തിന് പലിശ സഹിതം തിരിച്ചു നൽകുമെന്നാണ് ദിലീപ് ഘോഷ് പ്രതികരിച്ചത്. ജെ.പി. നഡ്ഡയ്ക്ക് നേർക്കുണ്ടായ ആക്രമണം നരേന്ദ്രബാബു സർക്കാരിന്റെ പുതിയ ഹിന്ദു നാടകമാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വിദ്വേഷം ജനിപ്പിക്കുന്ന ഇത്തരം നാടകങ്ങളിലൂടെയാണ് ഹിറ്റ്ലറും മുസോളിനിയും ഉണ്ടായതെന്ന് മമത. ബിജെപിയുടെ എല്ലാ നുണകളും അനുവദിച്ചു നൽകാൻ തങ്ങൾ ഒരുക്കമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാളിൽ ക്രമസമാധാന നില തകരാറിലെന്ന് ഗവർണർ ജഗ്ദീപ് ധൻകർ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നും ഗവർണർ. ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡയുടെ വാഹനത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും ഹാജരാകാൻ നിർദ്ദേശം നൽകി. പശ്ചിമബംഗാളിൽ ക്രമസമാധാന നില തകരാറിലാണെന്ന് ഗവർണർ ജഗ്ദീപ് ധൻകർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടി. ഫൈസർ കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അമേരിക്ക അനുമതി നൽകി. യു.എസ്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് ഫൈസർ ബയോടെക് വാക്സിന് അനുമതി നൽകിയത്. നിലവിൽ ബ്രിട്ടൻ, കാനഡ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും ഫൈസർ വാക്സിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മ ഓസ്ട്രേലിയയിലേക്ക്. ബാംഗ്ലൂരുവിൽ നടന്ന ശാരീരിക ക്ഷമതാ പരിശോധനയിൽ രോഹിത് വിജയിച്ചു. ഞായറാഴ്ചയ്ക്ക് മുൻപ് രോഹിത് ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്നാണ് സൂചന. അവസാന 2 ടെസ്റ്റിൽ രോഹിത്തിന് കളിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയയിലെത്തിയാൽ രോഹിത്തിന് 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ടാകും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.